ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു കുഞ്ഞു ഫംഗ്ഷനാണ് കേട്ടോ. റെൻകാക്കാൻ്റെ കമ്പനീൻ്റെ ആനിവേഴ്സറി ഫംഗ്ഷനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ ഈ ഒരു കമ്പനിയുടെ ആനിവേഴ്സറി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു ഫംഗ്ഷന് ഇവിടെ സൗദി അറേബ്യയിൽ വെച്ചിട്ട് കൂടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉള്ളതുകൊണ്ട് തന്നെ ഈ വർഷം എന്തായാലും ആനിവേഴ്സറി ഫംഗ്ഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച റെൻകാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇല്ലേ എന്നുള്ളത്. അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ വീക്കിൽ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷന് പോവാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണേണ്ടവർക്ക് പോയി കാണാം. അന്നത്തെ റിസോർട്ടിലല്ല കേട്ടോ ഇപ്രാവശ്യം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനൊക്കെ അടിച്ചു കൊടുത്ത് അങ്ങനെ കറക്റ്റ് പ്ലേസും കണ്ടുപിടിച്ച് അങ്ങനെ പോവാണ്. അപ്പോൾ കറൻറ്റ് ലൊക്കേഷനിലെത്തിയ സമയത്ത് എവിടെയെന്ന് കണ്ടെത്താൻ കുറച്ച് ടൈം പിടിക്കേണ്ടി വന്നു. ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങൾ ആ ഒരു റിസോർട്ടിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ട് കറക്റ്റ് എവിടെയെന്ന് കണ്ടെത്താനായിട്ട്. അങ്ങനെ ഏതായാലും കണ്ടെത്തി ഞങ്ങൾ ഉള്ളിലോട്ട് കടന്നു. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷനൊക്കെ കണ്ടെത്തി ഇവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് നേരമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് മടങ്ങേണ്ടി വരും, തിരിച്ച് പോവാമെന്ന് വരെ റെൻകാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഉള്ളിലോട്ട് കയറിയപ്പോൾ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എങ്കിലും ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ചെന്ന് കയറുന്ന അവിടെ തന്നെ ഞങ്ങൾ ഹോഴ്സിനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല ഹോഴ്സ് റൈഡും ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്നൊക്കെ. പക്ഷേ ഹോഴ്സ് റൈഡൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് അങ്ങനെ ഹോഴ്സിനെ അവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും അമ്നുവിനും ആനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഹോഴ്സിനെ കണ്ടപ്പോൾ. അവർ അവിടെ തന്നെയായിരുന്നു, അതിനെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വലിയ ബോറടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ബോറടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ആരും മലയാളികളില്ലായിരുന്നു, ഞാൻ മാത്രമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ റെൻകാക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും മോളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇപ്രാവശ്യം നാട്ടിലായതുകൊണ്ട് തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ മലയാളി. അപ്പോൾ റെൻകാക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെ സംസാരിച്ചിട്ടും അങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഭാഗത്ത് മാറി നിൽക്കുകയായിരുന്നു. എനിക്ക് സത്യത്തിൽ ഇവിടെ എല്ലാവരും ഇംഗ്ലീഷുകാരും അറബികളും ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചമ്മലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും മക്കളെ കളിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ബോറടിച്ചു. എങ്കിലും ഇവരുടെ ഫംഗ്ഷൻ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഓരോ ഫംഗ്ഷന് പോകുന്നത് പോലെയല്ല, ഇവിടെ തികച്ചും വ്യത്യസ്തമാണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ മലയാളികളും അല്ല, ഫുൾ അറബികളും അവരുടേതായിട്ടുള്ള കൾച്ചറും ഡാൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെ പൊതുവേ അമ്നുവിനെയും കൂട്ടിയൊക്കെ വല്ല ഫംഗ്ഷനൊക്കെ വന്നാൽ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ ബോറടിയായി കരച്ചിലൊക്കെ തുടങ്ങാറുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ ആ ഒരു പ്രോബ്ലം അല്ല, കാരണം മക്കൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഒരുപാട് ഗെയിംസും സ്ലൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ വ്യത്യസ്തമായിട്ട് മ്യൂസിക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗേൾ അവിടെ ഇങ്ങനെ വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സെറ്റപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്താൽ അപ്പം തന്നെ നമുക്ക് ഫോട്ടോ നമ്മളത് കയ്യിൽ തരും, അതും ഉണ്ടായിരുന്നു. ഞങ്ങളും അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ വന്ന ഉടനെ തന്നെ ഒരു മിൻറ്റ് ലൈം കുടിച്ചു. ഇവരുടെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു മിൻറ്റ് ലൈം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ഫ്ലേവറിലുള്ള ലൈമായിരുന്നു. അങ്ങനെ ഞാൻ അതൊരു ഗ്ലാസ് കുടിച്ചു. പിന്നെ നേരെ ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതും വന്ന് മൂന്നാളും ഐസ്ക്രീമും കഴിച്ചു. ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കഴിച്ചതാണ് കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു മിറർ ഉണ്ടല്ലോ, ഈ മിററിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് നമ്മൾ ആ മിററിൽ നോക്കിയിട്ട് ശരിക്കും നിൽക്കുക. അപ്പോൾ അതിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തത് അതിൽ കാണിച്ചു തരും. നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനും റെൻകാക്കയെ ഒന്ന് നിന്നെടുത്തു, പിന്നെ ഞങ്ങൾ മക്കൾ എല്ലാവരും നിന്നെടുത്തു. എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴേക്കും ഫുഡിന് വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കൽ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ ഓരോന്നായിട്ട് എടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഫുഡിൻ്റെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഇത് ഫുഡ് നോക്കിയാൽ ഇവർക്ക് പറ്റുന്ന ഫുഡുകളാണ് കേട്ടോ. എനിക്കിതിൽ
ആകെ ഇഷ്ടപ്പെട്ടത് റൈസ് മാത്രമാണ്. വേറെ ഒരുപാട് മട്ടൻ, ബീഫ്, ചിക്കൻ, അങ്ങനെ മട്ടനും ചിക്കനും ഏതാണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു, പലവിധം റൈസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓരോന്ന് കുറച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ കഴിച്ചത് റൈസ് മാത്രമാണ്. വേറൊന്നും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ റെൻകാക്ക അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ട്. കാരണം റെൻകാക്ക് ഇവരുടെ ഫുഡ് കഴിച്ച് ശീലമുള്ളതുകൊണ്ട് അവരും കഴിച്ചു. ഞാനും മക്കളും അങ്ങനെ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഈവനിങ്ങിൽ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നൈറ്റായി. നൈറ്റിൽ ഇവിടെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയിട്ടാണ് കാണാൻ. ഞാൻ റെൻകാക്കാനോട് പ്രത്യേകം പറയുകയും ചെയ്തു, ക്യാമറയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ ഇവരുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫംഗ്ഷനും ഇതേ സെയിം ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇവരുടെ അറബികളുടെ ഡാൻസാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചത് ജസ്റ്റ് ഇവരിങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് കളിക്കാമെന്ന് മാത്രമാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും സ്റ്റെപ്പ് വെക്കുന്നത് കറക്റ്റ് ഒരേപോലെയാണ്. അപ്പോൾ ഇവരുടെ ഡാൻസ് ഒരു ഡാൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റിന് ഇവർ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് കളിക്കുന്നത്. അങ്ങനെ ഡാൻസ് പ്രോഗ്രാമും പിന്നെ അവരുടെ കമ്പനിയിലുള്ള ഒരാളുടെ സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് റെൻകാക്ക ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കുന്ന സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. മക്കളങ്ങനെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടതാണ് കേട്ടോ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ മാനിൻ്റെ സ്റ്റാറ്റു ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഞാൻ വിചാരിച്ച സത്യത്തിൽ ഒറിജിനലാണോ എന്നുള്ളത് കേട്ടോ. കാരണം സത്യത്തിൽ ഒറിജിനൽ പോലെ ഉണ്ടായിരുന്നു. ഞാനും ആനി അതിനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കുകയാണ്. കാരണം എല്ലാം അതിൻ്റെ തൊലിയാണെങ്കിലും കണ്ണാണെങ്കിലും ഒക്കെ ഒറിജിനൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. അമ്നു അവിടുന്ന് ഒരു സൈക്കിൾ കിട്ടിയപ്പോൾ അതിമ്മ അങ്ങനെ കളിച്ചിരുന്നു. പിന്നെ ആനി ഒരു മിൻറ്റ് ലൈം വേണമെന്ന് പറഞ്ഞ് അവന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കുറച്ചങ്ങ് കുടിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് തന്നു. എനിക്ക് പിന്നെ ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ബാക്കി ഞാൻ തന്നെയാണ് കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിയാനൊന്നും നിന്നില്ല. നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകാനൊന്നും കാത്തുനിന്നില്ല. ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ തിരിച്ച് പോവാണ് റൂമിലോട്ട്. പണ്ടൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഇവിടുത്തെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ അറബികളുടെ വീടൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫംഗ്ഷന് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.